ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങൾ സ്നാപക യോഹന്നാൻ്റെ ജനന വാർത്തയാണ് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനൊരു വചനം അവസാനം തരുന്നുണ്ട്. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. സ്നാപകൻ്റെ ജീവിത വിജയം എന്താണെന്നറിയാമോ? അവൻ്റെ ജീവിത വിജയം കർത്താവിൻ്റെ കരം അവനോട് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത വിജയം എന്താണ്? ഈ മൈറ്റി ഹാൻഡ്, കർത്താവിൻ്റെ കരം നിൻ്റെ കൂടെ ഉണ്ടോ? നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നതിൻ്റെയൊക്കെ കാരണം പലപ്പോഴും കർത്താവിൻ്റെ കരമൊഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. മൊബൈൽ ഫോണിൻ്റെ കരം നമ്മുടെ കയ്യിലുണ്ട്. ശക്തമായ ബലിഷ്ഠമായ എല്ലാ രാഷ്ട്രീയ പ്രമുഖരുടെ കരം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നൂതനമായ എല്ലാ സാധ്യതകളും ടെക്നോളജികളും നമ്മുടെ കൂടെയുണ്ട്. നല്ല കൂട്ടുകെട്ടുകളുണ്ട്. എവിടെ വേണമെങ്കിലും പോകാനുള്ള വാഹന സൗകര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, ഇട്ടുമൂടാൻ പണമുണ്ട്. കർത്താവ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ കരമുണ്ട്. സ്നാപകൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരം എന്താ? കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ നേരങ്ങളിലും, അത് പ്രഭാതമായിക്കൊള്ളട്ടെ, സന്ധ്യ ആയിക്കൊള്ളട്ടെ, അത് ജീവിത ക്ലേശങ്ങളുടെ നേരമായിക്കൊള്ളട്ടെ, സന്തോഷങ്ങളുടെ കൊടുമുടിയ സമയത്തായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ കരം എൻ്റെ ജീവിതത്തിനോടൊപ്പം ഉണ്ടോ? കർത്താവിൻ്റെ കരം ജീവിതത്തിലുണ്ടെങ്കിൽ സ്നേഹമുള്ള, ഇതിൽ പരം ഒരു വിജയം ഈ ഭൂമിയിൽ നേടിയെടുക്കാനില്ല. ആ കരം നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരത്തിൽ കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ചു തുടങ്ങിക്കോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായിത്തീരുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ അപ്പുറത്തേക്ക് കർത്താവ് ഉയർത്തിക്കൊണ്ടുപോരും. കാരണം അവൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് പൊന്നു കർത്താവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.